ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നിച്ച് ഓഫ് ട്രൂത്ത് യഥാർത്ഥത്തിൽ അത് ഒരു ബോഡിയാണ്. ആ ബോഡി എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അക്ബർ സാഹിബിനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ നായകയുടെ ഡയറക്ടറായി നിയമിച്ചു. ആ നിയമിച്ച തീരുമാനമെടുത്തതിൽ ഞാനുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭംഗിയായി അദ്ദേഹം ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നും നായകയുടെ ഡയറക്ടർ തന്നെയാണ്. അതേപോലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ബോർഡ് എന്നെയും ഇക്കാര്യം അധികാരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ എനിക്കും അതുപോലെ എന്റെ സുഹൃത്തുക്കളും നമുക്കൊക്കെ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഇതിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അക്ബറും അതുപോലെ അവരും ഇതിന്റെ ഡയറക്ടറാണ്. ഇനിയും അവർക്ക് മറ്റുള്ള ഈ പ്രവർത്തനം വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇനിയും അവർക്ക് ഏൽപ്പിക്കാം എന്നാണ് ഞാൻ നിങ്ങളോട് ഇത് ചെയ്യുന്നത്. ഇത് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഔദ്യോഗികമായ അവരുടെ അറിവോടും സമ്മതത്തോടും ഉള്ള ഒരു പരിപാടി തന്നെയാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. ഇനി ഇത്രമാത്രമാണ് എനിക്ക് ആത്മമുഖമായിട്ട് പറയാനുള്ളത്. ഇനി വിഷയാവതരണം ഉണ്ടായിരിക്കും. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു പ്രബോധന സംരംഭമാണ്. പ്രബോധന സംരംഭത്തിന് അവർക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾ 3-4 ആളുകൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രബോധന സംരംഭം പ്രബോധന രംഗത്ത് കഴിവും ശേഷിയുമുള്ള ആളുകൾക്ക് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ലേവലിൽ തന്നെ ദഅവത്ത് നടത്താൻ വേണ്ടി അവർ ഏൽപ്പിക്കും. ആ രൂപത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ബഹുമാന്യനായ ഇമാം അക്ബർ. അദ്ദേഹം അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ഒരാളാണ് ബഹുമാന്യനായ സാലിം ഖാൻ. അതുപോലെ ഇനിയും അവർക്ക് കേരളത്തിലെ ദഅവ രംഗത്ത് ആവശ്യമെന്ന് തോന്നിയാൽ ഡയറക്ടർമാരെ ദഅവത്തിന് വേണ്ടി നിശ്ചയിക്കുകയും അവരത് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും. ആ നിലക്ക് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഘടനയുടെ കീഴിലുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇസ്ലാമികമായ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ ദീനിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട്, ഇസ്ലാമിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ആരും നിച്ച് ഓഫ് ട്രൂത്തിന്റെ പേരിലോ അല്ലാതെയോ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ അനുവാദത്തോടു കൂടി വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ആ നിലക്ക് തന്നെയാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഈ ഒരു സംരംഭം, ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുന്നത്.